ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മോളുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ആളിന്ന് നേരത്തെ എണീറ്റ് കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ എണീറ്റാൽ പിന്നെ അച്ഛനും മോളും ഇവിടെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കുക കേട്ടോ. ആ പോണ വണ്ടികളൊക്കെ നോക്കി രണ്ടുപേരും അവിടെ നോക്കിയിരിക്കുകയോ. ഇനി നമുക്ക് അവൾക്കുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ട് വരാം. ഇന്ന് നമ്മളെ നവരരിയും ക്യാരറ്റും ഡേറ്റ്സും കൊണ്ട് ഒരു കുറുക്ക് ഉണ്ടാക്കുകയാണ്. അവൾക്ക് നല്ല ഇഷ്ടമാട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. നമ്മൾ മധുരത്തിന് പകരം ഇവിടെ ഡേറ്റ്സ് ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ശ്രീതു ഇവിടെ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. 9:30 ആയ സ്കൂൾ കുട്ടികളൊക്കെ ബസ് കയറാൻ ഞങ്ങളെ വീട്ടിൻ്റെ മുറ്റത്താണ് കേട്ടോ എത്താറ്. സ്കൂൾ കുട്ടികളെ കണ്ടാൽ ശ്രീതുവിന് ഭയങ്കര സന്തോഷം കേട്ടോ. രാവിലെ എണീറ്റാൽ പിന്നെ അവൾ ഇവരെ എപ്പോഴും കാണുന്നതുകൊണ്ട് ഇങ്ങനെ പരിചയമായി തുടങ്ങി. അതുകൊണ്ട് തന്നെ അവരായിട്ട് ഭയങ്കര കമ്പനി കേട്ടോ അവൾ. സ്കൂട്ടികൾ വന്നാൽ പിന്നെ അവർ പോണ വരെ ആ മുറ്റത്തായിരിക്കും അവൾ ഇരിക്കുക. ആ ബസ്സിൻ്റെ ഹോണടി കേട്ട് അപ്പം നോക്കും അവൾ. സ്കൂൾ ബസ് എത്തി കേട്ടോ. അവിടെയുള്ള സുലി ചേച്ചി മോളെയും കൊണ്ട് ബസ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവരെ ബസ് കയറ്റിക്കാൻ അവരുടെ ഉമ്മമാർ വന്ന് നിൽക്കലുണ്ട് കേട്ടോ. അവർ പോയി കഴിഞ്ഞതിന് ശേഷം അവർ പോകാറുള്ളൂ. അങ്ങനെ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ ആകെ സൈലൻ്റ് ആവും കേട്ടോ. ഇവിടെ ശ്രീതും ആകെ സൈലൻ്റ് ആവും. ശ്രീധുവിനെയും കൊണ്ടിരുന്ന സുലി ചേച്ചി അപ്പുറത്ത് പോയി നിൽക്കുകയാണ്. സ്കൂൾ ബസ് തിരിച്ചു വരുമ്പോൾ ടാറ്റ കൊടുക്കാൻ വേണ്ടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മോളുടെ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. ഇനി നേരത്തെ ഉണ്ടാക്കിയ കുറുക്ക് കഴിപ്പിക്കാനുള്ള യുദ്ധമാണ്. എന്നാലും കുറേയൊക്കെ കഴിക്കും കേട്ടോ. പാട്ടൊക്കെ വെച്ച് കൊടുത്താൽ ഒരുവിധം ഭക്ഷണമൊക്കെ കഴിക്കും കേട്ടോ. അതുപോലെ എല്ലാ കുട്ടികളും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉറക്കം പതിവാട്ടോ. ഇവൾക്ക് ആ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇവൾ കളിക്കുകയായിരിക്കും. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് നമ്മുടെ ശ്രീധുവിൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.